എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഈ ചൂടത്തൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇഷ്ടമായാലും ട്രൈ ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടത് ഒരു ചില്ലിൻ്റെ ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഗ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇടത്തരം ഗ്ലാസ് ഉണ്ടല്ലോ, അതെടുത്താലും മതിയാവും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു ചെറുപഴം. അപ്പോൾ ഇത് ഞാലിപ്പൂവൻ പഴം അല്ലെങ്കിൽ പാളയംകുട പഴം, മൈസൂർ പഴം എന്നൊക്കെ പറയില്ലേ, അതായാലും മതിയാകും. അപ്പോൾ അതൊരു ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒരു പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് തരാറ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് തന്നെ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വറുത്ത അവലാണ്. ഞാനിവിടെ ബ്രൗൺ കളറിലുള്ള അവലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ വറുത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല തണുത്ത പാലാണ്. പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് വീണ്ടും അവൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വീണ്ടും കപ്പലണ്ടി ചേർക്കുക, അവലിടുക. അത് ലെയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രമീകരിക്കുക. അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. വീണ്ടും ഇതേപോലെ കപ്പലണ്ടി അവൽ എന്നുള്ള ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഐസ്ക്രീം നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം, നിങ്ങളുടെ കയ്യിൽ ഏത് ഐസ്ക്രീമാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2-3 സ്കൂപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് ബോൺവിറ്റോ അല്ലെങ്കിൽ ബൂസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഹോർലിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടത് ചേർത്തുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാനൊരു ചെറിയും കൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കൂളായിട്ടുള്ള നമ്മുടെ അവൽ മിൽക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇത് ഉണ്ടാക്കി അപ്പം തന്നെ വേഗം കഴിക്കുക. നല്ല തണുപ്പായിട്ട് നല്ല ചില്ലായിട്ടിരിക്കും. അപ്പോൾ ഇഷ്ടമായാലും ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്